കെ.വി. തോമസിനെതിരെ രൂക്ഷ വിമർശനവുമായി പത്മജ വേണുഗോപാൽ. കെ.വി. തോമസിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. കെ കരുണാകരൻ ഇല്ലെങ്കിൽ കെ.വി. തോമസ് എവിടെയും എത്തില്ലാമായിരുന്നുവെന്നും പത്മജ പറയുന്നു. തൃശ്ശൂരിലെ തൻ്റെ പരാജയം പാർട്ടി അന്വേഷിക്കണം. ഇനിയും പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്നും മാധ്യമങ്ങളോട് പത്മജ വേണുഗോപാൽ പറഞ്ഞു. തൻ്റെ പിതാവ് ക്ഷീണിതനായപ്പോൾ കെ.വി. തോമസ് നേരെ എ.കെ. ആൻ്റണി പക്ഷത്തേക്ക് മാറി. ഇവിടുത്തെ വാർത്തകൾ ആൻ്റണി ക്യാമ്പിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നത് കെ.വി. തോമസ് ആയിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ തുറന്നടിച്ചു. കാര്യം കാണാൻ ഇത്രയും നുണ പറയുന്ന മനസ്സാക്ഷിയില്ലാത്ത ഒരാളെ കണ്ടിട്ടില്ലെന്നും പത്മജ പറയുന്നു. കെ കരുണാകരൻ ഇല്ലെങ്കിൽ കെ.വി. തോമസ് എവിടെയും എത്തുമായിരുന്നില്ല. ഇപ്പോൾ ഒന്നുമല്ലാതായി. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ താൻ പലതും വിളിച്ചു പറയുമെന്നും അത് കേൾക്കേണ്ടി വരുമെന്നും പത്മജ വേണുഗോപാലിൻ്റെ മുന്നറിയിപ്പ്. തീർച്ചയായിട്ടും, കാരണം നമുക്ക് അറിഞ്ഞൂടെ, കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല ഇത്. അപ്പോൾ ആരുടെ അടുത്ത് ഇനിയിപ്പോൾ ആരുടെ അടുത്താണോ പോകണമെന്ന് എനിക്കറിയില്ല. ഇനി അവരെ സന്തോഷിപ്പിക്കാനാണോ ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബുക്ക് വിറ്റ് പോകാൻ എന്ത് വൃത്തികേട് എഴുതുന്ന ഈ രീതി നിർത്തണം. കേരളത്തിലെ ജനങ്ങൾ നല്ല ബുദ്ധി ഓർമ്മശക്തിയൊക്കെ ഉള്ളവരാണ്. തൃശ്ശൂരിലെ തൻ്റെ പരാജയം പാർട്ടി അന്വേഷിക്കണം. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് എങ്ങനെ ചോർന്നു എന്ന് പരിശോധന നടത്തണമെന്നും പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ടു. അത് അന്വേഷിക്കണം, പാർട്ടി തന്നെ അന്വേഷിക്കേണ്ടത്. ഞാൻ പറയാനുള്ളതൊക്കെ പാർട്ടി നേതൃത്വത്തിനോട് പറയും. എങ്ങനെ പോയി, എന്താണ്, അതോ UDFിനോടുള്ള കടുത്ത ആരാധന മൂത്ത് പലരും വോട്ട് ചെയ്തതാണോ? കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെറിയ ഉദാഹരണം ഞാൻ പറയാം. വിൽവട്ടത്ത് ഏത് കാലത്തും 10,000 വോട്ട് ലീഡുള്ള സ്ഥലത്ത് ഇപ്രാവശ്യം ആ ലീഡ് മറികടന്ന് 14,000 വോട്ട് എങ്ങനെ UDF ലീഡ് നേടി? അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട്, അതായത് ശ്രീ പിണറായി വിജയന് എതിരെയുള്ളൊരു വിഭാഗമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ. അവരുടെ വോട്ടുകൾ എല്ലാ ജില്ലയിലും UDFന് പോയി. ആ കൂട്ടത്തിൽ ഇവരൊക്കെ മനസ്സിൽ ഈ ഇത്രയും ശ്രീ പിണറായി വിജയനോട് ഇത്ര ഡീപ്പായിട്ട് എതിർപ്പുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ എല്ലാ പാർട്ടിയും പരാജയപ്പെട്ടു. എനിക്ക് തോന്നുന്നു പിണറായി വിരുദ്ധ വോട്ടുകൾ എല്ലാ ജില്ലയിലും UDFന് ലഭിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി കേരളത്തിൽ എല്ലായിടത്തും പോകേണ്ട ആളായിരുന്നു. അദ്ദേഹത്തിന് കൂടുതൽ സമയം തൃശ്ശൂരിൽ ചെലവിടാൻ ആയില്ല എന്നത് സത്യമാണെന്നും പത്മജ പറഞ്ഞു. തൃശ്ശൂർ എൻ്റെ നാട് അല്ലേ, പാർട്ടി പറഞ്ഞാൽ ഇനിയും മത്സരിക്കുമെന്നും പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ.